അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് ഹരീസ് അല്ലെങ്കിൽ അലീസ എന്നോ അൽസ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കുക. ഞാനിതിന് ഹരീസ് എന്ന് പറയാൻ കാരണം ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന അൽസൻ്റെ ടേസ്റ്റ് അല്ല. അപ്പോൾ ഈ ഹരീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്കൂറോളം കുതിർത്ത് വെച്ച 3 ഗ്ലാസ് ഗോതമ്പ് ഞാനിപ്പോൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം മട്ടൻ വെച്ചിട്ടാണ് ഈ ഹരീസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ഉപയോഗിക്കാം. നമ്മൾ എത്രത്തോളം മീറ്റ് കൂടുതലിടുന്നോ അത്രയും കൂടുതൽ ടേസ്റ്റ് ആകും. അതാണ് ഈ ഹരീസിൻ്റെ പ്രത്യേകത. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു 3 മണിക്കൂറോളം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ല, അത് ഞാൻ മറന്നതല്ല. ഇത് വേവിച്ചതിന് ശേഷം മാത്രമേ ഉപ്പിടുള്ളൂ. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് അധിക സമയം റോസ്റ്റ് ആയിപ്പോയുണ്ട്, കുറച്ച് കളറ് ബ്രൗൺ ആയിട്ടുണ്ട്. അത് വീഡിയോ എടുക്കുമ്പോൾ സംഭവിച്ചു പോയതാണ്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഏകദേശം ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് കിട്ടും. പഞ്ചസാരയും കൂടി ഇട്ടത് കൊണ്ട് നമ്മൾ ഉള്ളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എല്ലാ ഉള്ളിയും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കുന്നെങ്കിൽ നല്ലോണം ബ്രൗൺ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഒരു 3/4 ഭാഗം ബ്രൗൺ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ പാനിനടുത്ത് മാറ്റാം. ഇനി ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം നമുക്ക് ക്രിസ്പി ആയിട്ടത് കിട്ടും. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്, മട്ടന് നല്ലോണം വെന്തിട്ടുണ്ട്, ഗോതമ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഈ ഹരീസ് അല്ലെങ്കിൽ അൽസ എന്തുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ തന്നെ ഈ ചിക്കനോ മട്ടനോ എന്താണെന്ന് വെച്ചാൽ ഇടാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബോൺസ് എടുത്ത് മാറ്റാൻ വേണ്ടി കഴിയും. നമ്മളെ മട്ടനായാലും ഗോതമ്പായാലും നല്ലോണം വെന്തിട്ടുണ്ടാകണം. ഇതാണ് ആ മട്ടൻ്റെ ഒരു പരുവം. കുറച്ച് ബോണ് കുറഞ്ഞിട്ടുള്ള പീസുകളാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കാര്യം എളുപ്പമായി. പക്ഷെ ബോൺ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ഇനി ബോണെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇനിയും ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ഹരീസ് അല്ലെങ്കിൽ അലീസ. ഇതിന് നല്ല സൂപ്പർ ഇറച്ചിക്കറിയാണ് ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ. പഞ്ചസാരനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം കറിൻ്റെ കൂടെ കഴിക്കാനാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് ഞാൻ മിക്സ് ചെയ്യുന്നതാണ്. പക്ഷേ
സത്യം പറഞ്ഞാൽ ഹാൻഡ് ബ്ലെൻഡറോട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് അധിക സമയം നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റില്ല. അതിനിങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ട് പിന്നെ അടിക്കണം, പിന്നെ റെസ്റ്റ് എടുക്കണം, പിന്നെ അടിക്കണം. അപ്പോൾ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാനിത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മിക്സിയിലിട്ട് അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മിക്സി പോയി കഴിഞ്ഞാൽ എന്നെ പറയരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.